ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ അറിഞ്ഞു. 40 വർഷത്തിന് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് ഒരു തുടർ ഭരണം വരാൻ പോവുകയാണ്. എന്തായാലും വിജയികൾക്ക് ആശംസകൾ നേരുന്നു. ഒരു അഴിമതി വിരുദ്ധ ഭരണവും അതുപോലെ തന്നെ ജനക്ഷേമ പദ്ധതികളും വരുന്ന സർക്കാരുകളും മന്ത്രിസഭകളും പ്രഖ്യാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റിലേക്ക് കടക്കുന്നു. നിങ്ങളെ അറിയിക്കാനുള്ളത് റേഷൻ വിതരണത്തെ കുറിച്ചിട്ടാണ്. നാളെ മെയ് 3-ാം തീയതി തിങ്കളാഴ്ച ദിവസം റേഷൻ വിഹിതങ്ങളുടെ വിതരണം, അതോടൊപ്പം നാളെ മുതൽ റേഷൻ സംവിധാനത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇവയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ അറിയിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. നാളെയും മറ്റന്നാളും ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണമാണ് നടക്കുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലും ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതങ്ങളും മാർച്ച് മാസത്തെ സ്പെഷ്യൽ അരിയും മാർച്ച് മാസത്തെ ഭക്ഷ്യകിറ്റും വാങ്ങാൻ ബാക്കിയുണ്ടെങ്കിൽ ഉടൻ തന്നെ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രധാനമായിട്ട് പറയാനുള്ളത്, നാളെ മുതൽ റേഷൻ കടയുടെ സമയം മാറുകയാണ്. റേഷൻ കടയുടെ സമയം രാവിലെ 8:30-ക്ക് റേഷൻ കട തുറന്ന് 2:30 വരെയാണ് റേഷൻ കടയുടെ പ്രവർത്തനം. ഒറ്റ തവണയായിട്ടായിരിക്കും റേഷൻ കടയുടെ പ്രവർത്തനം ഉണ്ടാവുക, ഇടവേളകൾ ഇല്ലാതെ. കോവിഡ് 2ാം വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു സമയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ റേഷൻ കടയിൽ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക. നാളെ മുതൽ രാവിലെ 8:30 മുതൽ 2:30 വരെ ആയിരിക്കും. ഉച്ചയ്ക്ക് ശേഷം പോയാൽ നിങ്ങൾക്ക് റേഷൻ വിഹിതങ്ങൾ വാങ്ങാൻ കഴിയില്ല. ഇപ്പോൾ ഏപ്രിൽ മാസത്തെ വിഷു കിറ്റ് പല റേഷൻ കടകളിലും എത്തിയിട്ടുണ്ട്, എല്ലാ ആളുകൾക്കും വാങ്ങാൻ പാകത്തിന് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, നാളെ മെയ് 3-ാം തീയതി മുതൽ റേഷൻ കാർഡ്, പുതിയൊരു റേഷൻ കാർഡ് എല്ലാ ആളുകൾക്കും ലഭിച്ചു തുടങ്ങുകയാണ്. ഇപ്പോൾ പുതിയതായി റേഷൻ കാർഡിന് അപേക്ഷിച്ചിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു പുതിയ റേഷൻ കാർഡ് ലഭിക്കുന്നത്. പുതിയ റേഷൻ കാർഡ് എന്ന് പറയുന്നത് ഒരു കാർഡ് രൂപത്തിലാണ്, നിലവിലുള്ള പുസ്തക രൂപത്തിലല്ല. അത് വരും നാളുകളിൽ കാലക്രമേണ എല്ലാ റേഷൻ കാർഡുകളും ആ ഒരു തരത്തിലേക്ക് അപ്ഡേറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നാളത്തെ പ്രധാനപ്പെട്ട റേഷൻ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇന്നും 30,000-ന് മുകളിലാണ് കോവിഡ് കണക്കുള്ളത്. സംസ്ഥാനത്ത് ഒരു തുടർ ഭരണം വരികയാണ്. ഒരിക്കൽ കൂടി വിജയിച്ച എല്ലാവർക്കും നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.